രാത്രി ഉറങ്ങാൻ കിടന്ന മുഹമ്മദ് അഖലാഖ് എന്ന 50-കാരനെയും മകനെയും ഈ മുറിയിൽ വെച്ചാണ് ആൾക്കൂട്ടം വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് അക്രമികൾ ആരോപിച്ച കുറ്റമാകട്ടെ ബീഫ് കഴിച്ചു എന്നതും. സമയം രാത്രി 9 കഴിഞ്ഞിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്താണ് നനച്ചിരിക്കാതെ അക്രമികൾ വീടിന്റെ വാതിലുകൾ തകർത്ത് അകത്ത് കയറിയത്. 18 വയസ്സുള്ള മകൾ ഷഹിസ്തക്ക് ആ രാത്രി കരച്ചിലോടെയല്ലാതെ ഓർത്തെടുക്കാനാകുന്നില്ല. हमारे भैया को भी बहुत बुरी तरह मारा, बहुत तड़पा के। बेटे जो करा अल्लाह दिखावे। मैंने अपनी आंखों से देखा। എന്തിനവർ ഇത് ചെയ്തു? കാല് പിടിച്ച് കരഞ്ഞിട്ടും ഒരു ദയയും അവർ കാണിച്ചില്ല. രോഷവും സങ്കടവും ചേർത്ത് അഖലാഖിന്റെ വൃദ്ധമാതാവ് പറയുന്നു. അക്രമത്തിൽ ഇവരുടെ കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. खून में लूंगी, खून में वो खून के ढेर तक जा रहे थे और बाहर जाके ये जाने के हमारे भेजे फोड़ दिए, कान भी ना उसके, ये चेहरा सारा काट रखा। जन कहा से क्या खबर है तो क्या मारा क्या ना मारा, हमारा दिल कैसे तसल्ली करता। അക്രമത്തിൽ പരിക്കേറ്റ മകൻ ഡാനിഷ് ഖാന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ബിസാറയിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.